Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് രോഹിണി നക്ഷത്രത്തിന്റെ ഈ മാസത്തെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. എന്താണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ എനർജി ഈ മാസം, എന്താണ് അവരുടെ കരിയറിലും ഫിനാൻസ് അതുപോലെ റിലേഷൻഷിപ്പില് ഒക്കെ ഉള്ള എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്, എന്തൊക്കെ മേജർ ഇൻസിഡൻസ് ആണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാസം ഉണ്ടാകുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ എനർജി ലെവൽ കരിയറിലും ഫിനാൻസിലും അതുപോലെ എഡ്യൂക്കേഷൻ, ഫാമിലി ലൈഫ്. എന്തൊക്കെയാണ് സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഓക്കെ, രോഹിണി നക്ഷത്രത്തിൽ നമ്മൾ ടാരോ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ കൂടെ നിന്ന് ആരോ നിങ്ങളെ ചതിച്ചതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ കഴിഞ്ഞ മന്ത് എൻഡ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആരുടെയോ ഭാഗത്ത് നിന്നൊരു വഞ്ചന നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവർ നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളെ നിർത്തി, നിങ്ങളെ കൂടെ നിന്ന്, അതായത് നമ്മൾ പറയുമല്ലോ കൂടെ നിന്ന് പണി തരിക എന്ന് പറയുന്ന പോലെ, കൂടെ നിന്ന് നിങ്ങളെ ഏതോ ഒരു മേഖലയിൽ, ബിസിനസ്സിലോ അല്ലെങ്കിൽ എന്താ പറയാ റിലേഷൻഷിപ്പിനിടയ്ക്കോ എവിടെയോ നിന്ന് നിങ്ങൾക്കൊരു ചതി പറ്റിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പക്ഷെ അതൊക്കെ മറന്ന് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് യാത്രയാകുന്നുണ്ട്. പിടിച്ച് അതെന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റിക്ക് ഓൺ ആവുന്നില്ല. ജസ്റ്റ് ഗോ ആഡ്, നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലൈഫിൽ നേരിട്ടു. അത് പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു വിൽ പവർ ഉണ്ടാക്കി തന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചോയ്സസ് കിട്ടി. എന്ത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ലൈഫിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു എന്താ പറയാ ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ ഒരു ഉൾവിളി, നമ്മുടെ സോളിന്റെ സൗണ്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ എന്തോ നിങ്ങൾക്ക് കിട്ടി. അത് വെച്ചിട്ടുള്ള എനർജിയാണ് മുന്നോട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെയും വീണു പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ വിചാരിക്കാത്തടുത്തുനിന്നൊരു പണി കിട്ടിയപ്പോൾ, ഒരു ചതി പറ്റിയപ്പോൾ അവിടെ ഒന്ന് കുറച്ചു നേരം സ്റ്റിക്ക് ഓൺ ആയെങ്കിലും പിന്നെ അത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയാണോ ചതി പറ്റിയത് ആ ഒരു ഏരിയ നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്യല്ലോ. ആ ഡോർ എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്യും അല്ലെ, അതേത് റിലേഷൻഷിപ്പ് ആയാലും അത് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും. പക്ഷെ പിന്നെ നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതെന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോവാൻ എന്താ പറയാ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹ സമയമൊക്കെ ആയിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ളതോ അല്ലെങ്കിൽ പുതിയ പ്രേമബന്ധം ഉടലെടുക്കാനുള്ള ഒരു സമയമാണ് കാണുന്നത്. വിവാഹം തന്നെ നടക്കും എന്നാണ് കാണുന്നത്. അതിനൊക്കെ ഉള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, നിങ്ങൾ ബിസിനസ്സിലാണ് നിങ്ങൾ കൂടുതൽ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സോഴ്സും, എല്ലാ അനുകൂല സാഹചര്യങ്ങളും വ്യക്തികളുമൊക്കെ ചുറ്റിലുമുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ യുവർ ഐസ്,
നിങ്ങൾ കണ്ണ് തുറന്നൊന്ന് നോക്കൂ, എന്നിട്ട് അത് പ്രയോജനപ്പെടുത്തൂ എന്നാണ് യൂണിവേഴ്സ് തന്നെ നമ്മളോട് പറയുന്നത്. മേജർ അർക്കാന കാർഡ് മെജിഷ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഗുഡ്. ഓക്കെ, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല എങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, കൂടെ നിന്ന് അങ്ങനെ ഒരു ഇത് വന്ന സമയത്ത് നമ്മളൊന്ന് അവിടെ ഒന്ന് പരിങ്ങലായ സമയത്ത് നമുക്ക് കുറച്ച് വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നു. അതായത് നമ്മളെ ആരും മൈൻഡ് ചെയ്യാത്തൊരു അവസ്ഥയൊക്കെ ലൈഫിൽ നേരിട്ടു, അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ എല്ലാം ഓവർകം ചെയ്യും. പോസിറ്റീവായിട്ട് നിങ്ങളുടെ വിവാഹത്തിന്റെയൊക്കെ സമയം, അതിന്റെയൊക്കെ സന്തോഷം, കുടുംബത്തിലൊക്കെ ഓക്കെ വളരെ സന്തോഷമൊക്കെ കാണുന്ന ഒരു സമയമാണ്. എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള സമയവും, അല്ലെങ്കിൽ പുതിയൊരു പ്രഗ്നൻസി അത് അറിയാനുള്ള സമയവും ഒക്കെ ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ ഫാമിലിയിലേക്ക് ഒരു എന്താ പറയാ, വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഒരു അനുയോജ്യമായ ഒരു ബന്ധമൊക്കെ കിട്ടും ആ ഒരു സമയമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടെ നിൽക്കുന്നവരെയാണ്. അതുപോലെ ഇനി അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് അങ്ങനെ ചതി പറ്റിയ സ്ഥിതിക്ക് ഇനി നിൽക്കുന്നവരെ, കൂടെ ഉള്ളവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇനിയും ആത്മമിത്രങ്ങളൊക്കെ വരും. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് നല്ല ഒരു ആത്മസുഹൃത്തോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ വരുന്നുണ്ട്. ഒരിക്കലും കണ്ണ് കെട്ടിയിരുന്ന് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാതിരിക്കുക. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുക. പെട്ടെന്ന് എന്താ പറയാ, ഇറിറ്റേറ്റ് ആകുക, പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുക, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കൂളാകുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വളരെ തന്മയത്തോടു കൂടി അത് നമുക്ക് വശത്താക്കി എടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുക. കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത്. അതൊരു അഡ്വൈസ് ആയിട്ട് തന്നെ തരുന്നതാണ്. കാരണം നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു, അത് ഓവർകം ചെയ്ത് വരുന്നതാണ്. അപ്പോ കുറേയേറെ സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും ഒക്കെ ആയിട്ടാണ് രോഹിണി നക്ഷത്രത്തിന്റെ ഒക്ടോബർ മന്ത് പോകുന്നത്. യൂണിവേഴ്സ് നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. വളരെ നല്ല ഒരു റീഡിംഗ് ആണ്. അതായത് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുന്നതൊക്കെ അത് വളരെ പവർഫുൾ ആയിട്ട് ഉള്ള ഒരു എനർജിയാണ്. അത് നമുക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കരുത്ത് ഒക്കെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ ഉള്ളവരുടെ ഒരു ജനറിക് റീഡിംഗ് ആണ് ഇവിടെ എടുത്തത്. നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ പോസിറ്റീവ് വൈബ്സ് അട്രാക്ട് ചെയ്യുക. അതർവൈസ് ഇഗ്നോർ ദിസ് വീഡിയോ. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ആകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ. ഹാവ് എ നൈസ് ഡേ.